ട്രേഡേഴ്സ്, വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ICT ലേണിംഗ് സീരീസിൻ്റെ എന്താണ് റിജക്ഷൻ ബ്ലോക്ക് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് എങ്ങനെ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ബെറ്റർ ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ ആണെങ്കിലും ചാറ്റ് പാറ്റേൺ ആണെങ്കിലും അതുപോലെ SMC ആണെങ്കിലും ICT ആണെങ്കിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കാണുക, കൺഫർമേഷൻസ് എടുത്ത് ട്രേഡുകൾ എടുക്കുക, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ളൊരു കാര്യം നോക്കാം, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് മുഖേന എങ്ങനെ നല്ല ട്രേഡ്സിലോട്ട് എൻ്റർ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ദെൻ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ FVG എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നോക്കുക. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് തന്നെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വിട്ടുപോകുമ്പോൾ അതിനനുസരിച്ച് അത് ട്രേഡിൽ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതൊരു ലോസ് എന്നുള്ളൊരു കാര്യത്തിലോട്ട് എത്താൻ കാരണമായേക്കാം. പല ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് അവോയ്ഡ് ചെയ്ത് മാറുമ്പോൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു കൺസെപ്റ്റ്, എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുക, ശേഷം ട്രേഡിൽ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എന്താണ് ICTയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, എ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് എ 3 candle സ്ട്രക്ചർ ഇൻഡിക്കേറ്റിംഗ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഹൈ ആൻഡ് ലോ ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ക്യാൻഡിൽ സ്റ്റിക്ക്. ഓക്കെ, എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്? നമ്മളിവിടെ ഒരു ഇമേജ് കാണാം. ഇവിടെ ഒരു ഇമേജ് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് FVG ഉണ്ട്, ഒരു ബിയറിഷ് FVG ഉണ്ട്, നോ FVG ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു FVG അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവാൻ കാരണം ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നോ FVG എന്ന് പറയുന്നു, ഇവിടെ ഒരു 3 ക്യാൻഡിൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല. എന്നാൽ ഈ ഒരു ബുള്ളിഷ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബിയറിഷ് സൈഡിലോട്ട് ഈ റെഡ് ക്യാൻഡിൽ താഴോട്ട് ഇറങ്ങുന്നിടത്തും ഒരു 3 ക്യാൻഡിൽ കാണാം. 3 ക്യാൻഡിലിൻ്റെ ഗ്യാപ്പിലായിട്ട് ഈ ഒരു 2 ക്യാൻഡിലിന് ഇടയിലായിട്ട് ഒരു ഗ്യാപ്പ് കാണാം. അതുപോലെ ഈ ഒരു 2 ക്യാൻഡിലിന് ഇടയിലായിട്ട് ഇവിടെയും ഒരു ഗ്യാപ്പ് കാണാം, ഒരു ഗ്യാപ്പ് കാണാം. അപ്പം ആ ഒരു ഗ്യാപ്പാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് അതിനെയാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നമ്മളൊരു നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടെത്തുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് കാര്യം, ഞാൻ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നും പറഞ്ഞൊരു 6 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഈ 6 കാര്യങ്ങളും ഒന്ന് നോക്കി വെക്കുക. ഫസ്റ്റ് വൺ, ഡിറ്റർമൈൻ മാർക്കറ്റ് ട്രെൻഡ്. ഓക്കെ, and second one, identify premium and discount zone. Okay, and third one, identify large candle. Okay, പിന്നെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സ്റ്റഡി പ്രൊസീഡിങ് ക്യാൻഡിൽസ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് മാർക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ദെൻ സ്റ്റെപ്പ് 6 എന്ന് പറയുന്ന കാര്യം എക്സിക്യൂട്ട് ദ ട്രേഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളും നോക്കി വെക്കുക. ഇവിടെ ഇപ്പം ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ നോക്കണം. പിന്നെ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോണ് അത് നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ അതിപ്പോൾ എല്ലായിടത്തും നമ്മൾ നോക്കണമെന്നില്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അത് നോക്കേണ്ട എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, ഡിറ്റർമൈൻ ദി മാർക്കറ്റ് ട്രെൻഡ്. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ഇമേജിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു അപ്പ് ട്രെൻഡ് കാണാം. ഓക്കെ, ഒരു ഡൗൺ ട്രെൻഡ് കാണാം. ഓക്കെ, അതായത് ഒരു അപ്പ് ട്രെൻഡിൽ ഏത് സൈഡിലാണ് ഇപ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കും. അതായത് ഒരു ക്ലിയർ ആയിട്ടൊരു അപ്പ് ട്രെൻഡ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഒരു ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു പോകുന്ന ഒരു മാർക്കറ്റ് ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ, ഓക്കെ, അങ്ങനെ ഒരു ട്രെൻഡ് കിട്ടുക. അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഒരു ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് തരുന്ന മാർക്കറ്റ്, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്നു പോകുന്ന മാർക്കറ്റ്, ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു സ്വിങ്ങിലായിട്ട്, ഓക്കെ, ആ ഒരു കണ്ടിന്യൂവേഷൻ സ്വിങ്ങിലായിട്ട്, എന്താണ് കണ്ടിന്യൂവേഷൻ സ്വിങ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം ആ ഒരു കണ്ടിന്യൂവേഷൻ, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ഡൗൺ സൈഡിലോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ആ ഒരു ഡൗൺ സൈഡിലായിട്ടാണ് നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടെത്തുന്നതും. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മുഖേന നമ്മൾ ആ ഒരു മാർക്കറ്റ് ആ ഒരു പിന്നീട് ആ ഒരു കണ്ടിന്യൂവേഷൻ ആരംഭിക്കുമ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടുകയും വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ്
ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഐഡൻറ്റിഫൈ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്സ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഐഡൻറ്റിഫൈ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങളിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വന്ന് ഇറങ്ങണം. ഓക്കെ, ഇവിടെ ഒരു അപ് ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ദെൻ അപ് ട്രെൻഡിൽ പോയ ആ മാർക്കറ്റിൽ നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് മിറ്റിഗേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ട്രേഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ഈ മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോണ് എന്ന് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളിപ്പം ഈ ഒരു ഇമേജ് കണ്ടോ, ഈ ഒരു ഇമേജിൽ ഇപ്പം ഇതൊരു കണ്ടിന്യൂഷൻ സോണാണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ എടുത്തു. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ എടുത്തതാണ് ഇത് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഫെയർ വാല്യൂ ഗ്യാപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൽ ഏത് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ബെറ്റർ, അല്ലെങ്കിൽ ഏത് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ട്രേഡ് എടുക്കുന്നതാണ് മോർ എഫക്റ്റീവ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളെ ഫിബ് ടൂൾ വെക്കുക. ഫിബ് ടൂൾ വെച്ച ശേഷം പ്രീമിയം ഡിസ്കൗണ്ട് സോൺ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റേഞ്ചിലായിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോൺ നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളിടത്ത് നമുക്ക് കിട്ടുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ട്രേഡിൽ എൻട്രി ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു കണ്ടിന്യൂവേഷൻ, ഓക്കെ, ഒരു കണ്ടിന്യൂവേഷൻ സ്വിങ്, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിൽ അത്രത്തോളം, അല്ലെങ്കിൽ ഒരു 3, 4, 5 ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോൺ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ ലാർജ് ക്യാൻഡിൽ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ചാർട്ടിൽ അത് ഡയറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ലാർജ് ക്യാൻഡിൽ. ഐഡൻറ്റിഫൈ ലാർജ് ക്യാൻഡിൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബുള്ളിഷ് എഫ്ഇജിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻട്രലായിട്ടൊരു ലാർജ് ക്യാൻഡിൽ കാണാം. ദെൻ ഇവിടെ 2 ക്യാൻഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ ബിയറിഷ് എഫ്ഇജി അല്ലെങ്കിൽ ബുള്ളിഷ് എഫ്ഇജി ഇതിലെ ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു ഐഡൻറ്റിഫൈ ലാർജ് ക്യാൻഡിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. പിന്നീടുള്ള കാര്യം സ്റ്റഡി പ്രൊസീഡിങ് ആൻഡ് പ്രൊസീഡിങ് ക്യാൻഡിൽസ്. അതായത് നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ എഫ്ഇജി ആണ് ബെറ്റർ എന്ന് നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റിജക്ഷൻ എഫ്ഇജി എന്ന് പറയുന്നു, ഇവിടെ ഒരു ബ്രേക്ക് അവേ എഫ്ഇജി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ 2 എഫ്ഇജികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതൊരു ബുൾ സൈഡ്. ഓക്കെ, ഒരു ബുള്ളിഷ് സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ക്യാൻഡിൽ കാണാം. ദെൻ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണാം. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്കൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ കാണാം. പക്ഷേ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുന്നതിലുപരി ബെറ്റർ എന്ന് പറയുന്ന കാര്യം അവിടുന്ന് മാറി നിൽക്കുന്നതാണ് കാര്യം, അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കാനാണ് മോർ ചാൻസ്. ഓക്കെ, ദെൻ ബ്രേക്ക് അവേ എഫ്ഇജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ദെൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലാർജ് ആയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾക്ക് പിന്നെയും കാണാം. ദെൻ നെക്സ്റ്റ് പിന്നീട് നിങ്ങൾക്ക് നല്ല ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു ത്രീ പാറ്റേൺ ക്യാൻഡിലും, ഓക്കെ, ഈ ഒരു പാറ്റേണും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് വരാം. ക്യാൻഡിലിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ കിട്ടുന്ന ട്രേഡ് എന്ന് വെച്ചാൽ അത് മോർ എഫക്റ്റീവാണ്. ഓക്കെ, അപ്പം ദെൻ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ എഫ്ഇജി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് അവേ എഫ്ഇജിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു റിജക്ഷൻ എഫ്ഇജി ഒരു റിജക്ഷൻ എഫ്ഇജിയിൽ നിങ്ങൾ ട്രേഡ്സിലോട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ലോസിൽ പോകാനാണ് ചാൻസ് കൂടുതൽ. ചിലപ്പോൾ പ്രോഫിറ്റിലെത്താം, ചിലപ്പോൾ 50-50 ആണ്. ഓക്കെ, അതൊരു ലോട്ടറി എടുക്കുന്ന കണക്കായി പോകും. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രേക്ക് അവേ എഫ്ഇജി നോക്കുക. ഓക്കെ, നല്ലൊരു ബ്രേക്ക് അവേ എഫ്ഇജി നോക്കി നല്ല ട്രേഡ്സിൽ എൻ്റർ ചെയ്യുക. കാര്യം ബ്രേക്ക് അവേ എഫ്ഇജി നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റിലെത്താൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് വിൻ റേറ്റ് ആണ് കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇപ്പം എഫ്ഇജി എന്താണെന്ന് പറഞ്ഞു തന്നു, ഇപ്പോൾ ട്രെൻഡിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോണിൻ്റെ കാര്യം പറഞ്ഞു തന്നു, അതുപോലെ റിജക്ഷൻ എഫ്ഇജി പറഞ്ഞു തന്നു, അതുപോലെ ബ്രേക്ക് അവേ എഫ്ഇജി പറഞ്ഞു തന്നു. ദെൻ അതുപോലെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പിന്നീട് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ
മാർക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമുക്കറിയാം ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു റിജക്ഷൻ FEGയുടെ കാര്യമൊക്കെ വരുവാണെങ്കിലും അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ബട്ട് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് അവേ FEG ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ നല്ലൊരു എൻട്രി കിട്ടുകയും ചെയ്യും. ഓക്കെ, പിന്നീട് ദെൻ എക്സിക്യൂട്ട് ദി ട്രേഡ്. ഓക്കെ, ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? അതായത് നമ്മൾ FEGയുടെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോഴാണെങ്കിൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയെ സംബന്ധിച്ചാണ്. ഓക്കെ, അതായത് ഇപ്പം ഒരു FEG ഉണ്ടെന്ന് കരുതി. ഓക്കെ, അപ്പം അത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ടോ ചാൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ലിക്വിഡിറ്റി വെച്ച് നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റൺ, ദെൻ സെക്കൻഡ് വൺ ലിക്വിഡിറ്റി സ്വീപ്പ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹയർ ഹൈ ഉണ്ട്, ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ട്. ഓക്കെ, ദെൻ മാർക്കറ്റ് നെക്സ്റ്റ് ഒരു ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി പോവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഇവിടെയും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. പക്ഷേ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് ഇവിടെ ആണെങ്കിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയേക്കുന്നതും കാണാൻ പറ്റും. ഒരു ലിക്വിഡിറ്റി റണ്ണും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ് എന്ന് മനസ്സിലായാൽ ദെൻ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് പിന്നീട് വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതായത് അവിടെ വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ദെൻ ഈ ഒരു ലിക്വിഡിറ്റി റണ്ണ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ദെൻ മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലൊന്ന് റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് ആ ഒരു ലിക്വിഡിറ്റി റണ്ണിൽ മാർക്കറ്റ് തന്നെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ലിക്വിഡിറ്റി റണ്ണാണ് നടന്നിരിക്കുന്നത്. ദെൻ മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പ് ചെയ്ത് റിജക്റ്റ് ചെയ്താൽ അത് മുകളിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കുക. ലിക്വിഡിറ്റി റൺ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താൽ പിന്നെ എങ്ങനെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്? ഒരു അപ്സൈഡിലോട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങനെ മുകളിലോട്ട് പോകാനാണ്? അങ്ങനെ മുകളിലോട്ട് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റിക്ക് മോർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതാണ് പറയുന്നത് ലിക്വിഡിറ്റി മാസ്റ്റർ ചെയ്ത് സെറ്റാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ ലിക്വിഡിറ്റി റേഞ്ച് അതുപോലെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി റേഞ്ച് എല്ലാം മാസ്റ്റർ ചെയ്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റിയുടെ കാര്യം പറഞ്ഞു വന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് അതുപോലെ ലിക്വിഡിറ്റി റൺ, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. റിജക്ഷൻ FEG, ബ്രേക്ക് അവേ FEG, ലിക്വിഡിറ്റി റൺ അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡിറ്റി റണ്ണും ലിക്വിഡിറ്റി സ്വീപ്പും നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ മാത്രമല്ല നോക്കേണ്ടത്, നമ്മൾ പല സെറ്റപ്പിലും നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി വെച്ച് നമ്മൾ ട്രേഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വേറെ എന്ത് സെറ്റപ്പോ കാര്യങ്ങളോ ആയിക്കോട്ടെ, ലിക്വിഡിറ്റി മാസ്റ്റർ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ആ ട്രേഡിൽ നിങ്ങളെ വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഈ രണ്ട് ഇമേജ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിറങ്ങി പോയേക്കെന്ന് കാണാൻ പറ്റും. ദെൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ദെൻ ഇവിടെ ഒരു അപ്സൈഡിലോട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, പിന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിതെങ്ങനെ നമുക്കിത് ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടും എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടാൻ ഒരു ഡബിൾ കൺഫർമേഷൻസ് ഉണ്ട് എന്നൊക്കെ വെച്ചാൽ നമുക്കിവിടെ റിജക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാൻഡലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിനുപരി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ്റെ ആ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു പ്രൈസ് ആക്ഷൻ്റെ ആ ഒരു ബിഹേവിയർ കാണാൻ പറ്റും. ദെൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് വന്ന ഒരു റെസ്പെക്റ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ നിങ്ങൾ അവിടെ നിന്ന് ആ ഒരു റിജക്ഷനിൽ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ സുഖമായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ എൻട്രി എടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ചെയ്യാനും പറ്റും. ഇതൊരു 4 hour ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുക്കുക, എൻട്രി എടുക്കുക. ഓക്കെ, ഇതൊരു 4 hour ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്ത് സൂപ്പർ എൻട്രി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് അതിനെക്കാട്ടി ബെറ്ററായിട്ടുള്ള എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് മിക്കപ്പോഴും ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു
ചിലയിടത്തുള്ളൊരു പമ്പിങ് സ്റ്റൈലുണ്ട്. ഓക്കെ, അപ്പം അതും കൂടി കാണിച്ചാൽ ഇപ്പം നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നല്ല അടിപൊളി എൻട്രിയാണ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലെ മാർക്കറ്റ് ഒരു ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് പോയേക്കുന്ന ആ ഒരു രീതി, ഇത് 4 hour ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് തൊട്ട് താഴെയായിട്ട് വെക്കാൻ പറ്റും. ദെൻ ഏകദേശം പ്രോഫിറ്റ് ഇവിടം വരെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഞാൻ നേരത്തെ ഒരു ട്രേഡ് ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പം അവിടെ നിങ്ങൾ പ്രൈസ് ആക്ഷൻ്റെ ആ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മോർ കൺഫർമേഷൻസ് പല ട്രേഡിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ആ ഒരു പാറ്റേണും ആ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. കറക്റ്റ് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ആ ഒരു നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ നിന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയേക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഇനിയിപ്പം ഒരുപാട് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സോണിൽ നമുക്കൊരു എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു എൻട്രി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫിബ് ടൂൾ എടുത്ത് വെക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി കിട്ടുവാണോ, ഇവിടുന്ന് ഒരു മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ കയറിപ്പോയി. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിനിടയിൽ, അതായത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു മാർക്കറ്റ്, ഓക്കെ, ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇങ്ങനെ വന്ന ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു റേഞ്ചിനിടയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനിടയിൽ ഒരു 3, 4, 5 ഒക്കെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് മാർക്കറ്റ് എവിടുന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നറിയണം. സെറ്റപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റ് സെറ്റപ്പുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. മാർക്കറ്റിൽ എവിടാണോ ആ ഒരു മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇപ്പം ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒരു 3, 4 ഒക്കെ ഉണ്ട്, ഇവിടം വരെ ഒരു റേഞ്ചിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഫിബ് ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് സോൺ എടുക്കാം. ഓക്കെ, ആ ഒരു ഡിസ്കൗണ്ട് സോൺ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് തിരിച്ച് വരുമ്പോൾ എൻട്രി പുഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യത്തിൽ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡിമാൻഡ് സോൺ ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണും, അപ്പോൾ ഈ ഒരു റേഞ്ചൊക്കെ എത്തുവാണെങ്കിൽ അതൊരു പ്രീമിയം സോണാണ്, ഇതാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് സോണാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫിബ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് സോൺ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഫിബിൻ്റെ ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഫിബിൻ്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് എങ്ങനെ നല്ല എൻട്രികൾ എടുക്കാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കും ആ ഒരു രീതി, അല്ലെങ്കിൽ ലിക്വിഡിറ്റി റണ്ണും ലിക്വിഡിറ്റി സ്വീപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വെക്കുക. ഓക്കെ, എങ്ങനെയാണെങ്കിൽ നല്ല ട്രേഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റ് ഫോളോ ചെയ്ത് മാർക്കറ്റിലൂടെ സഞ്ചരിക്കുക. ഓക്കെ, അതുപോലെ റിജക്ഷൻ FEG, അതുപോലെ ബ്രേക്ക് അവേ FEG, ലിക്വിഡിറ്റി റൺ, ലിക്വിഡിറ്റി സ്വീപ്പ് ക്ലിയർ ആക്കി വെച്ചേക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു അല്ലെങ്കിൽ FEGയിൽ എൻട്രി എടുക്കുമ്പോൾ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കോട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.